സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശന് കവചമാകുന്നുണ്ടോ അതോ വെള്ളാപ്പള്ളി നടേശൻ്റെ സംരക്ഷകനായി മാറുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് 6 വർഷം മുമ്പ് കണിച്ചുകുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറി KK മഹേശൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം അഥവാ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വെള്ളാപ്പള്ളി നടേശനെ 1-ാം പ്രതിയാക്കി തുഷാർ വെള്ളാപ്പള്ളിയെ 3-ാം പ്രതിയാക്കി കുടുംബം നൽകിയിരിക്കുന്ന കേസിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായിട്ടില്ല നാളിതുവരെയായി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ KK മഹേശൻ ആത്മഹത്യ ചെയ്തതിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത ദിവസം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ VM സുധീരൻ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള കേസുകളിലും KK മഹേശൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തിലും അഥവാ ആത്മഹത്യയിലും നേരത്തെ എടുത്തിട്ടുള്ള കേസിൽ ഒരു തുടരന്വേഷണം ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് KK മഹേശൻ്റെ ഭാര്യ ഉഷയുടെ സങ്കട ഹർജി കൂടി ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും 2 തവണയാണ് കത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ നാളിതുവരെയായിട്ടും ഈ കത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ സംരക്ഷകനായി കവചമായി രമേശ് ചെന്നിത്തല മാറുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നു. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത നയപരമായ തീരുമാനങ്ങളിൽ ഒന്ന് മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആവശ്യപ്പെട്ടിരുന്ന CBI അന്വേഷണത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തത്വത്തിൽ അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവിറക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ ADM നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് കാണിച്ച നീതി എന്തുകൊണ്ടാണ് VD സതീശൻ സർക്കാർ KK മഹേശൻ്റെ വിധവയോടും കുടുംബത്തോടും കാണിക്കാത്തത്? അത് വെള്ളാപ്പള്ളി നടേശൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണോ? SNDPയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശനെ തൊടാൻ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പേടിയാണോ എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന ചോദ്യം. ഈ വിഷയവുമായി നേരത്തെ നിരവധി വാർത്തകൾ ചെയ്തിട്ടുള്ള നന്ദകുമാർ സാർ എന്തു പറയുന്നു? അല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ മുന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഗൗരവമാണ് പ്രശ്നം. ഒരു സാധാരണക്കാരൻ മരിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ട മുഖ്യപ്രതി എന്ന് പറയുന്ന സാമുദായിക നേതാവ് എന്ന് പറഞ്ഞ് കേരളത്തിലെ SNDP പ്രസ്ഥാനത്തെ അടക്കി വാണരുളുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയാണെന്ന് കൃത്യമായ രേഖയുണ്ടായിട്ടും നിയമവ്യവസ്ഥ അതിൻ്റേതായ വഴിക്ക് പോകേണ്ടതിന് പകരം അവരെ സംരക്ഷിക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവർത്തനമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായൊരു കാര്യമല്ല, അതിശയോക്തിയുമില്ല, അത് കൃത്യവുമാണ്. ഇത്രയും ദിവസം യാചനാരൂപത്തിൽ അവരുടെ ഭാര്യ ഈ കാര്യത്തിന് വേണ്ടി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് കൊടുക്കുകയും അതിന്മേൽ VM സുധീരൻ ഇടപെടുകയും VM സുധീരൻ മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് കൊടുക്കുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സീരിയസ് ആയി പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് അത് പ്രവർത്തിക്കാത്തത് എന്നുള്ളത് വളരെ ദുരൂഹമായ കാര്യം തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇത്രയും വിധ്വംസക പ്രവർത്തനം നടത്തിയുള്ള മാഫിയ പ്രവർത്തനം നടത്തിയുള്ള കൊലപാതകങ്ങൾ നടത്തിയുള്ള ഒരാൾ വേറെ ആളുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് 1998 ഒക്ടോബർ ലക്കത്തിൽ ക്രൈമിൻ്റെ കവർ പേജിൽ ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവൻ എന്നുള്ള പേരിലാണ് LTTക്ക് മണ്ണെണ്ണയും പെട്രോളും ഡീസലും എല്ലാം കടത്തി കൊടുക്കുകയും പകരം കള്ളനോട്ട് ഇറക്കുകയും അങ്ങനെ ഇവിടെ അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റം ഫിനാൻസ് വഴി VM സുധീരൻ ഫൈറ്റ് ചെയ്യുന്ന അതേ കേസിൽ സ്പിരിറ്റ് കടത്തി എന്ന് പറയുന്നതിന് തെളിവുകളും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു, ക്രൈം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പ്രസിദ്ധീകരിച്ച കാര്യത്തിന് നോട്ടീസ് അയച്ചിട്ട് പോലും എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയുള്ള കേസിൽ SNDPയെ അടക്കിവാണ് കഴിഞ്ഞ 10-20-30 വർഷം അതിൽ അടക്കി എല്ലാ തരത്തിലും നിയമവിരുദ്ധമായി സംവിധാനമുണ്ടാക്കി 200 പേർക്ക് ഒരാൾക്ക് വോട്ട് ചെയ്യാം റെപ്രസെൻ്റ് ചെയ്ത് എന്നൊരു വ്യവസ്ഥയുണ്ടാക്കി അവരെ കയ്യിലെടുത്ത് എല്ലാ കൊള്ളയുടെ ഒരു ഭാഗം അവർക്ക് കൊടുത്ത് നീങ്ങി ആ സ്ഥാനത്ത് നിയമവിരുദ്ധമായി ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് കേസിൽ അതിൻ്റെ ഉത്തരവാദിത്വം
കെ മഹേഷിനാണെന്ന് വരുത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ കരുവാക്കി തുഷാർ വെള്ളാപ്പള്ളിയും നീങ്ങുന്നു എന്ന് കൃത്യമായി എഴുതി വെച്ച് 31 പേജുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഓരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ആത്മഹത്യാക്കുറിപ്പ് എഴുതി അദ്ദേഹം കണിച്ചുകുളങ്ങര SNDP ഹാളിൽ തൂങ്ങി മരിച്ചത് എന്നാണ് കഥ. എന്നാൽ തൂങ്ങി മരിച്ചതല്ല, അദ്ദേഹം സ്വയം കൊന്നതാണ് എന്നുള്ള വെള്ളാപ്പള്ളിയും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്ന് കൊന്നതാണ്. മുമ്പ് ശാശ്വതാനന്ദയെ കൊന്ന പോലെ കൊന്നതാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്ല, ഈ കെ മഹേഷിന്റെ വിധവയായ ഈ ഉഷ തന്നെ പറയുന്നുണ്ട്, മഹേഷിന്റെ മരണത്തിന് തൊട്ട് മുൻപ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് പരിചയമുള്ള ആളുകൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു കാര്യം കൂടി ഉഷ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അല്ല, ആ വിധത്തിൽ എല്ലാ തരത്തിലും അദ്ദേഹത്തിന് ശാരീരികമായും മാനസികമായിട്ടും ഭീഷണി ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് ആക്രമണം ഉണ്ടായിരുന്നു, പരിക്കേറ്റിരുന്നു എന്നുള്ള കാര്യമൊക്കെ 100% സത്യം. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. കാരണം വെള്ളാപ്പള്ളി ഒരു ഗുണ്ടാ മാഫിയ സംഘത്തിലേ കൊണ്ടുനടക്കുന്നത്. അങ്ങനെയുള്ള ഗുണ്ടാ മാഫിയ സംഘത്തിൻ്റെ തലവനായ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പ്രതിയായി വരുന്നൊരു കേസാണ് കെ മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പ് പൂർണ്ണ രൂപത്തിൽ നമ്മളിപ്പം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹം എഴുതി വെച്ചുള്ള പല കാര്യങ്ങളും ഓരോ ഘട്ടങ്ങളെ എഴുതി വെച്ചുള്ള കുറിപ്പുകളും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും വെള്ളാപ്പള്ളി നടേശൻ ഈ കേസിൽ പ്രതിയാണ്. അതിന് ഇപ്പം തൂഫാൻ പോലെയുള്ള വലിയ പദ്ധതികൾ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ തന്നെ നിയമനീതിക്ക് നിരക്കാത്ത ഈ പരിപാടി നടത്തുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ശരീരത്തിൽ ചളി പുരളുന്നു എന്നുള്ളതാണ് സത്യം. ആ ചളി എളുപ്പത്തിൽ കഴുകിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് കരുതേണ്ടത്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ എല്ലാ തരത്തിലും സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. VS അച്യുതാനന്ദൻ പോരാട്ടം തുടങ്ങിയ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത മൈക്രോ ഫിനാൻസ് കേസിൽ 127 കേസുകളിൽ FIR ഇട്ട് വെച്ചതാണ്. അതിലിപ്പോൾ കോടതി 15 ദിവസത്തിനുള്ളിൽ കൃത്യമായ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അതിൽ കൽപ്പറ്റയിൽ മാത്രമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ബാക്കി 126 കേസുകളിലും അതേപടി കിടക്കുകയാണ്. ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ രമേശ് ചെന്നിത്തലയുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്, അവിഹിത ബന്ധത്തിൻ്റെ പേരിലാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. സാർ, ഈ മൈക്രോ ഫിനാൻസ് കേസിൽ ഹൈക്കോടതി തന്നെ അന്ത്യശാസനം നൽകിയിട്ടുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും കോടതിയിൽ ഹാജരാക്കണം, ഇനിയൊരു തീയതി നീട്ടിക്കൊടുക്കില്ല എന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വരെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും UDF തകർക്കാൻ വേണ്ടി പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് ഇവിടെ എല്ലാ തരത്തിലും പ്രവർത്തിച്ച വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണ്? ആ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാതിരുന്നാൽ സാധാരണ ഈഴവരുടെ വോട്ട് UDF കിട്ടും. പിന്നെ എന്തിനാണ് ആ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൊണ്ടു കിടക്കുന്നത്? വെള്ളാപ്പള്ളിയെ തൂക്കിയെടുത്ത് അകത്താകിട്ട് കഴിഞ്ഞാൽ ആ SNDP പ്രസ്ഥാനം ശുദ്ധീകരിക്കപ്പെടും. അതിൽ നല്ലവരായ ആളുകൾ, വേറെ പുതിയ ആളുകൾ അതിനകത്ത് നേതൃത്വത്തിൽ വരും. അങ്ങനെ അതിലൂടെ SNDP പ്രസ്ഥാനം നന്നാവും. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയ ഈ SNDP പ്രസ്ഥാനം അവസാനം ഒരു മാഫിയ തലവൻ്റെ കൈവശമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട്. അത് വെച്ചിട്ട് കോടാനുകോടി രൂപയാണ് അദ്ദേഹം നിയമനങ്ങളിലൂടെയും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അനധികൃതമായ സമ്പാദ്യം അതിലൂടെ ഉണ്ടാക്കിയ സ്ഥാനവും അതേപോലെ ഈഴവരുടെ പേരും പറഞ്ഞിട്ടാണ്, സമുദായം പറഞ്ഞിട്ടാണ് അദ്ദേഹം വോട്ട് ബാങ്കിൽ പിടിച്ച് അദ്ദേഹം ഓരോ പാർട്ടികളെയും നിയന്ത്രിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഒരു സംഭവമല്ല, ഒരു മണ്ണാങ്കട്ടയുമല്ല, അതൊരു പിന്തുണയില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലൂടെ തെളിഞ്ഞിട്ടുള്ളത്. വെള്ളാപ്പള്ളി AD സതീശനെ എത്ര തവണയാണ് അസഭ്യം അശ്ലീലവും പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ റിസൾട്ട് എന്താ ഉണ്ടായത്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സാധാരണ ഈഴവരടക്കമുള്ള ഹിന്ദുക്കളും ഒറ്റക്കെട്ടായിട്ട് UDF വോട്ട് ചെയ്തു. സാർ, ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ സാർ ഈ പറഞ്ഞതുപോലെ VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല നേതാക്കളെയും അഭിമുഖം നടത്തുന്ന കൂട്ടത്തിൽ സാർ രമേശ് ചെന്നിത്തലയും ഒരു അഭിമുഖം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് രമേശ് ചെന്നിത്തലയോട് സാറ് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന രമേശ് ചെന്നിത്തലയാണ് കണ്ടത്. അതായത്, ഞാൻ ഈ സാമുദായിക ആചാര്യന്മാരുടെ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാറില്ല എന്നാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയത്. പിന്നീടും സാറ് ചോദിച്ചു, അത്തരം നടപടിക്രമങ്ങളോട് താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? അത്തരം വർത്തമാനങ്ങളോട് താങ്കളുടെ പ്രതികരണം എന്താണ്
വ്യക്തമാക്കുമെന്ന് ചോദിച്ചപ്പോൾ നന്ദകുമാർ സമയമായി നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന രമേശ് ചെന്നിത്തലയാണ് കണ്ടത്. അല്ല, അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാൻ വളരെ ഡീറ്റെയിൽ ആയി ഇന്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെന്നത്. അദ്ദേഹം 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഈ ആദ്യ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പേരുണ്ട് ഇപ്പം തൂഫാനിലൂടെ. തൂഫാൻ കേരളം മുഴുവനല്ല, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും വലിയ പേരുണ്ടായിരിക്കുകയാണ്, സാധാരണക്കാരുടെയിലും വലിയ പേരുണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം രമേശ് ചെന്നിത്തലയുടെ സകല പേരും പ്രശസ്തിയും കളയുന്ന ഒരു ഏർപ്പാടാണ് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം. തൂഫാനിലൂടെ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ മൈലേജ് ഉണ്ടായി. എന്നാൽ ചവറ്റുകൊട്ടയിലേക്ക് വീഴുന്ന രംഗം ഇതാണ് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നതിലൂടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാലം അദ്ദേഹത്തിന് വലിയ തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത്രയും വൃത്തികെട്ടവനായ ഒരു ആളെയാണ് രമേശ് ചെന്നിത്തല സപ്പോർട്ട് ചെയ്യുന്നത്. സാർ, ഇവിടെ മുഖ്യമന്ത്രി വി ഡി സതീശനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ INTUC-യുടെ നേതാവായ ചന്ദ്രശേഖരന് പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി കൊടുത്ത, അതായത് സ്വന്തം ധീരത കാണിച്ച നീതിന്യായ വ്യവസ്ഥയുടെ കൂറു പുലർത്തിയ, നീതി നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, അതിൽ നിഷ്പക്ഷമായ രീതിയിൽ നടപടികൾ ഉണ്ടാകട്ടെ എന്ന് സുധീരം പ്രവർത്തിച്ച മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള അഭിപ്രായം കൈക്കൊള്ളുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. VS സുധീരന്റെ നിലപാടിനോട് ഈ കാര്യത്തിൽ നമ്മൾ യോജിക്കുകയാണ്. കാരണം വെള്ളാപ്പള്ളിക്കെതിരെയുള്ള കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, ശക്തരായ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ CBI അന്വേഷിച്ചിട്ട് കാര്യമില്ല. CBI എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഒരു ഏജൻസിയാണ്, അത് അട്ടിമറിക്കും. ഞാൻ നേരിട്ട് അനുഭവിച്ചുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് വെള്ളാപ്പള്ളിയെ കൃത്യമായി തൂക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. അത് ചെയ്യാത്തടത്തോളം കാലം അത് കറ തന്നെയാണ്. ബാക്കി എന്ത് പറഞ്ഞാലും ശരി, VS സുധീരൻ്റെ കൂടെയാണ് ഞങ്ങൾ. അതേസമയത്ത് VS സുധീരൻ മദ്യനയത്തിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് അനുകൂലമല്ല ക്രൈമിൻ്റെ നിലപാട് എന്നുകൂടി വ്യക്തമാക്കുകയാണ്.